ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നൈലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു വർക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ വർക്കും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ട്രിക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കെൻഡ് ഇതുപോലെ ഒരു 2 or 3 hours സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു വീക്ക് എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യാനും പിന്നെ ഒക്കെ എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വർക്കിലോട്ടേക്ക് കടക്കാം. ആദ്യം ഞാൻ ഒരു ബിസിനസ് ഡയറി സെറ്റപ്പ് ചെയ്ത് എടുക്കലുണ്ട്. കാരണം ആരൊക്കെയാണ് ഓർഡർ തരുന്നത്, അവരെ അഡ്രസ്സും പിന്നെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളും പിന്നെ അത് ഡെലിവറി ചെയ്യേണ്ട ഡേറ്റും അതിൻ്റെ അഡ്രസ്സും പിന്നെ ടോട്ടൽ എമൗണ്ടും എല്ലാം ഈ ഒരു ഡയറിയിൽ എഴുതി വെക്കും. ഈച്ച് പേജസ് ഡെഡിക്കേറ്റഡ് ടു ഈച്ച് ഓർഡേഴ്സ് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഓരോ ഡേറ്റ് അനുസരിച്ചിട്ട് ആ ഒരു വീക്കിലേക്ക് എന്തൊക്കെ ഐറ്റംസ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഓൾറെഡി ഒരു ഫോർകാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യം കുറച്ച് കസ്റ്റമൈസ്ഡ് വാലറ്റ് ആ ഒരു വീക്കിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വാലറ്റും ഒരുമിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചു. പിന്നെ കേക്ക് വരുന്ന ഓർഡറാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ മൺഡേയിലേക്ക് എന്തെങ്കിലും കേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ സൺഡേ മോർണിംഗ് തന്നെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ മൺഡേയിൽ കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ടേക്ക് കേക്കൊക്കെ കയറ്റാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഓർഡർ ഞാനൊന്ന് സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്കും ഒരു സിംഗിൾ ബൊക്കെയും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് വാലറ്റും. ഇനി ബാക്കി വരുന്ന വാലറ്റിൻ്റെ നെയിം സ്ട്രാപ്പൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഷർട്ട് ബോക്സിനുള്ള ഷർട്ടൊക്കെ അൺബോക്സ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഓരോ ബോക്സിലേക്ക് കയറ്റലാണ് അടുത്ത പരിപാടി. ഇങ്ങനെ നമ്മൾ ഓരോ വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൺഡേ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീക്കിൽ എളുപ്പമായിരിക്കും. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു പരിപാടിയിലേക്ക് കയറേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ സൺഡേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചല്ലോ. പിന്നെ എന്തെങ്കിലും അർജൻറ്റ് ഓർഡേഴ്സ് വന്നിനെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്നത് 24 hours ആണ്. അതാർക്കും പക്ഷഭേദമന്യേ ദൈവം എല്ലാവർക്കും 24 മണിക്കൂർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. എല്ലാവർക്കും വേണമെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയാം, ഫോൺ നോക്കാം. പക്ഷേ പ്രൊഡക്റ്റീവ് ആക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രൊഡക്റ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സ് ആയിക്കോട്ടെ നമുക്ക് ഒരു പ്രഷറും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവാം. നിങ്ങളുടെ പാഷനും പ്രൊഫഷനും അതുപോലെ പേഴ്സണൽ ലൈഫും എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഷർട്ട് ബോക്സിൻ്റെ ഷർട്ടൊക്കെ ബോക്സിലോട്ടേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. അതങ്ങനെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതും ഈ ഒരു ഷർട്ട് ബോക്സ് മൺഡേ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കേക്ക് കൂടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ബില്ല് ഉണ്ടാവും കേട്ടോ. അത് ഞാൻ എളുപ്പത്തിൽ പറിക്കുന്ന ടെക്നിക്കാണ് ഇത്. നമ്മളെ മുടി ഉണക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് ബില്ലൊക്കെ പെട്ടെന്ന് പറിക്കാൻ പറ്റും, ഒരു കേടുപാടുകളൊന്നും വരാതെ. അങ്ങനെ കേക്കിന് റിബണൊക്കെ വെച്ച് ടൈ ചെയ്ത് കൊടുത്തു. അങ്ങനെ സെക്കൻഡ് വർക്കും ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഞാൻ ചെയ്ത 2 വർക്കും നാളെ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നത്. പിന്നെ ആ കസ്റ്റമൈസ്ഡ് വാലറ്റ് ഉണ്ടല്ലോ, അത് നാളെയല്ല, ഈ വീക്കിൽ ഓരോ ദിവസങ്ങളിലായിട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോഴും അപ്പോഴന്നെ ഞാൻ ടേബിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അത്ര വലിയ പണി വരില്ല. ഇനി അടുത്ത ഓർഡർ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അടുത്തത് ചെയ്യാൻ പോവാണ്. ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് ഇങ്ക് കൊണ്ട് അതങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും. നമ്മൾ റെഡ് ഇങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡയറിയിൽ ഹൈലൈറ്റ് ആയി കാണുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞത് ആ ഒരു റെഡ് ഇങ്ക് കൊണ്ട് ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു ഓർഡർ എന്ന് പറയുന്നത് മൺഡേ അല്ല, ഈ വീക്കിലെ ഒരു വെനസ്ഡേയോ തേഴ്സ്ഡേയോ നമുക്ക് കൊടുക്കാനുള്ള സംഗതികളാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബോക്സിലാക്കി വെക്കേ വേണ്ടുള്ളൂ. ബോക്സ് ഒന്ന് ചൂസ് ചെയ്യുക, ഒന്ന് ബോക്സിലാക്കി സെറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് വാലറ്റ് മാത്രം കൊടുക്കാനുള്ള ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ റീസെല്ലേഴ്സ് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യലുണ്ട്, ചിലപ്പോൾ നമുക്കത് കൊറിയർ ചെയ്യേണ്ടി വരും കേട്ടോ. അത് കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡാണ്. ചില ആൾക്കാർ അബുദാബിയിലും പിന്നെ അതുപോലെ
അതുപോലെ വേറെ ഏതെങ്കിലും എമിറേറ്റ്സിലൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യൽ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ കൊറിയർ ചാർജും അവർ തന്നെ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റ് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊറിയർ ചെയ്യാനുള്ളതാണ്. ഈ വീക്കിൽ തന്നെയാണ് കൊറിയർ ചെയ്യാനുള്ളത്. അങ്ങനെ അതും സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഹാമ്പറിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഓർഡർ കിട്ടുമ്പോഴും അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബിസിനസ് ഡയറിയിൽ എല്ലാം എഴുതി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് മിസ്സാവും ചെയ്യില്ല, നമ്മൾക്ക് ഡേറ്റ് തെറ്റിപ്പോവില്ല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ ബിസിനസ് ഡയറി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് എണീറ്റാലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും ഒരു ടു ഡു ലിസ്റ്റ് പോലെ മോർണിംഗ് തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാനും പറ്റും. ഇനി ഏതെങ്കിലും ഒരു കാര്യം മിസ് ചെയ്യുകയാണെങ്കിൽ അത് നാളത്തേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതും നിങ്ങൾ ഒരു നല്ലൊരു ശീലമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഓൺട്രപ്രണർ എങ്കിൽ ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ബിസിനസ് ഡയറി കീപ്പ് ചെയ്യുക. പിന്നെ മോർണിംഗ് എണീറ്റ പാടന്നെ ഒരു ടു ഡു ലിസ്റ്റും ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അങ്ങനെ അടുത്തൊരു ഹാമ്പറിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാണ്. ഇത് ഗിഫ്റ്റ് ബോക്സിൽ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബോക്സ് ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ബോക്സിൽ എന്തെങ്കിലും നമുക്ക് അലങ്കോലപ്പണികൾ എടുക്കണമെങ്കിൽ അതും എടുക്കണം. ഇതിപ്പോൾ ഞാനിതിൽ ഒരു വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത് മുകളിൽ തന്നെ ആയിട്ട്. അപ്പോൾ അതും ഒന്ന് വീഡ് ചെയ്ത് വെക്കണം. ഇനി ഞാൻ വിനൈൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സൺഡേ ഇരുന്നിട്ട് തന്നെയാണ് എല്ലാ വിനൈൽ സ്റ്റിക്കറും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ പരിപാടിയും എളുപ്പമായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് ചെയ്ത വിനൈൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൊള്ളും. പക്ഷേ ഇതിന് ഒരു ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതിനൊന്ന് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ തെർമോക്കോളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഞാനൊന്നും റാപ്പ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു ഡേ നമുക്ക് ചെയ്തുകൊണ്ട് റാപ്പ് ചെയ്ത് വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഡയറിയിലേക്ക് എല്ലാം നോക്കുകയാണ് എന്തൊക്കെ വർക്ക് ബാക്കിയുണ്ട്. ഞാനെന്തായാലും ഈ ഒരു മാസത്തേക്കുള്ളതൊന്നും ചെയ്തു വെക്കില്ല. ഈ ഒരു വീക്കിലേക്ക് വേണ്ടി മാത്രമുള്ളതേ ചെയ്തു വെക്കൂ. അപ് ടു ഒരു സാറ്റർഡേ ഓർ ഫ്രൈഡേ അത്ര വരെയുള്ള ഓർഡേഴ്സ് മാത്രമാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചു. ഇനി കുറച്ച് റിപ്ലൈസ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു വഴിയെ അങ്ങനെ തീർക്കുകയാണ്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ബാക്കി റിപ്ലൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി ഏതെങ്കിലും ഓർഡേഴ്സ് എഴുതാൻ വിട്ടു പോയെങ്കിൽ, കാരണം നമുക്കിപ്പോൾ അടുത്ത ആഴ്ചക്കല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആഴ്ചക്കുള്ള ഓർഡേഴ്സൊക്കെ ചിലപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും കൂടി നമുക്ക് ബിസിനസ് ഡയറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഓർഡറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മിനി കാർഡൊക്കെ എഴുതിയെടുക്കുകയാണ്. അവർ തന്ന വിഷസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മിനി കാർഡും എഴുതിയെടുത്തു. ഇനി ഞാൻ പറഞ്ഞല്ലോ മൺഡേ എനിക്കൊരു കേക്ക് ഹാമ്പർ സെൻഡ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ മൺഡേ ആയല്ലോ, അപ്പോൾ നാളെ എന്തായാലും സെൻഡ് ചെയ്യണ്ടേ. ഇനി രാവിലെ ധൃതിയിൽ വെറുതെ ഫോട്ടോ എടുക്കാൻ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോവും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേക്കും കസ്റ്റമൈസ്ഡ് വാളറ്റും സിമ്പിൾ കാർഡും വെച്ചിട്ട് ഫോട്ടോ എടുത്തു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം വർക്ക് സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു 3 hours മാക്സിമം 3 hours വേണ്ടി വരുള്ളൂ നമുക്കിതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ അടുത്തൊരു വീക്ക് നമുക്ക് വളരെ ഹാപ്പിയാണ്. അത്ര വലിയ പണികളൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഒരു കാര്യം, എല്ലാ സൺഡേയും ഞാൻ ഇതുപോലെ പ്രൊഡക്റ്റീവ് ഒന്നായിരിക്കില്ല. എനിക്കും ചില ദിവസങ്ങൾ മടികൾ ഉണ്ടാവലുണ്ട്. പിന്നെ ചില ദിവസങ്ങളൊന്നും ചെയ്യാനും തോന്നാറില്ല. അങ്ങനെ ആകുമ്പോൾ വീക്ക് ഡേയ്സ് കിടന്ന് ഓടേണ്ടി വരും. രാത്രി 12-1 മണി വരെ ഇരിക്കേണ്ടി വരും. പിറ്റേന്ന് രാവിലെ എണീറ്റ് വീണ്ടും ഓഫീസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാനും ഇതൊന്ന് ശീലമായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓൺട്രപ്രണർ ആണെങ്കിൽ ഇതൊന്ന് ശീലിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും എന്ത് കാര്യങ്ങളും ചെയ്യാനും പറ്റും. ഞാൻ വർക്ക് സ്പേസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച എല്ലാ വർക്കും ടേബിളിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീക്ക് സെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുട്ടി ടിപ്സിൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ.